ഹായ് മക്കളെ, +1 തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാൻ ഈ ഒരു അലോട്ട്മെന്റിലൂടെ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി അത് ലഭിക്കാത്തവർ പേടിക്കൊന്നും വേണ്ട. ഇനിയും സപ്ലിമെന്ററി അലോട്ട്മെന്റുകളുണ്ട്. ആ അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ചെയ്യുന്നത് അതിനെ പറ്റിയല്ല. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്, എഡ്യൂപോർട്ട് നിങ്ങളെ കൂടെ SSLC സമയത്ത് എങ്ങനെ കൂടെ നിന്നോ അതിലും കട്ടക്ക് നിങ്ങളുടെ കൂടെ +1 കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം. സോ അതുകൊണ്ട് തന്നെ എഡ്യൂപോർട്ടിന്റെ +1 സയൻസ് എടുത്ത കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ലൈവ് ക്ലാസ്സസ് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ജൂലൈ 3 അതായത് തിങ്കളാഴ്ച നമ്മൾ 7 മണിയോടുകൂടി എഡ്യൂപോർട്ടിന്റെ എന്താണ് കൊടിയേറ്റമാണ്. ലൈവ് ക്ലാസ്സസുമായിട്ട് എഡ്യൂപോർട്ട് അങ്ങോട്ട് തുടങ്ങിയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അതിനുശേഷമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ക്ലാസ്സസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒരു കാര്യം പോലും പേടിക്കേണ്ട. +1 നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് വേണ്ടി എഡ്യൂപോർട്ടിന്റെയും കട്ടക്ക് തന്നെ കൂടെ ഉണ്ടാവും. ജസ്റ്റ് ആ ടൈം ടേബിൾ ഒന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞുതരാം. ജൂലൈ 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഡ്യൂപോർട്ടിനെ സംബന്ധിച്ചോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും ഫൺ പാക്ഡ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ഫാക്കൽറ്റി ഉണ്ട്. അത് ഞാനല്ല, ആഷിഖ് സാറിന്റെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് പൊടിപൂരമാണ്. നിങ്ങൾ നോക്കുക, ജൂലൈ 4 ഓബിയസ്ലി +1 എടുത്താൽ, സയൻസ് എടുത്താലുണ്ട് ഒരു പ്രശ്നമാണ്, ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും. എഡ്യൂപോർട്ട് 2 പേരെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. എഡ്യൂപോർട്ട് അന്ന് ബയോളജി എടുത്തവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സുവോളജി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ് സെയിം ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ പറ്റും, കെമിസ്ട്രി വരുന്നുണ്ട്. കെമിസ്ട്രി യാസീൻ സാറാണ്. യാസീൻ സാറിനെ കുറിച്ച് എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല. മേ ബി നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് +1 +2 ലെവലിൽ ആരാണ് ഏറ്റവും മികച്ച കെമിസ്ട്രി ഫാക്കൽറ്റി എന്ന് ചോദിച്ചാൽ അതിലൊരു പേര് എങ്ങനെയായാലും യാസീൻ സാറെ പറ്റി പറയാറുണ്ട് കുട്ടികൾ. അത്രയും അടിപൊളി ഫാക്കൽറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി വരുന്ന ആരാ നോക്ക്, സെറ്റ് എന്ന് പറഞ്ഞ പാഠം. അത് ചാപ്റ്ററിന് പേര് കേട്ടോ, സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആൻഡ് അതെടുക്കുന്ന മറ്റാരുമല്ല അജാസ് സാർ തന്നെയാണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പൊടി പാറും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കെമിസ്ട്രിയുടെ പാർട്ട് 2 ആൻഡ് സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടണി സുവോളജി ക്ലാസ് ഇവിടെ തന്നു. അപ്പോൾ ബോട്ടണി വേണ്ട ബയോളജിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും മികച്ച ഫാക്കൽറ്റിയാണ്. 10th നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കിങ്ങിണി സാർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ കിങ്ങിണി സാർ തന്നെ നിങ്ങളെ കൂടെ കട്ടക്ക് ഉണ്ടാവും. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെയാണ്. ആൻഡ് അന്ന് തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ പാർട്ട് 2 ഉണ്ടാവും. ആൻഡ് സൺഡേ നിങ്ങൾക്ക് എന്താണ്, ഒരു ഓഫ് തരാണ്. സൺഡേ ഈസ് എ ഫൺ ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സൺഡേ ഞങ്ങൾ ക്ലാസ് ഇല്ല. ആൻഡ് അത് കഴിഞ്ഞ് എന്തുണ്ട്, മൺഡേ അതായത് ജൂലൈ 9 നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡിലൻ സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സോ ആ സർപ്രൈസ് നിങ്ങൾ കാണാം. ആൻഡ് ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, +1 ചാനലിൽ കൃത്യമായിട്ട് നമ്മുടെ എഡ്യൂപോർട്ടിന്റെ +1 ആൻഡ് +2 സയൻസ് ചാനലിൽ കൃത്യമായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് കിഡിലനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഒരു കുട്ടി പോലും ഈ മൺഡേത്തെ ക്ലാസ് മിസ് ചെയ്യരുത്. ആൻഡ് ഇതുവരെ കണ്ട കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയാണ്, മക്കളെ നിങ്ങളെയും ഞങ്ങൾ കൈവിട്ടിട്ടില്ല. കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ അനൗൺസ്മെന്റ് മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അത് വേറെ ചാനലിലായിരിക്കും. സോ പ്രോപ്പറായിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈവിന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി ക്ലിക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ നമുക്കൊന്ന് കാണാം.